ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് റമദാൻ 18. നമ്മുടെ ജീവിതത്തിൽ പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു ഭാരം ചുമന്ന് നടക്കുന്നവരാണോ നിങ്ങൾ? ആരോടും പറയാനാവാത്ത സങ്കടങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും കാരണം ജീവിതം മതിയായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കാൻ, ഡിപ്രഷനിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്ന ഒരു ആത്മീയ ഔഷധത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും പരാജയങ്ങൾ മാത്രം നേരിടുന്നവർക്ക്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ കൈവിട്ടപ്പോൾ തകർന്നു പോയവർക്ക് എങ്ങനെ ആത്മീയ വിശ്വാസം തിരിച്ചു പിടിക്കാം? 99 രോഗങ്ങൾക്ക് ശമനമേകുന്ന സ്വർഗത്തിലെ ആ നിധി എന്താണ്? മഹാനായ റൂമിയുടെയും സൂഫി വര്യന്മാരുടെയും ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ എങ്ങനെ ഇറക്കി വെക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതം ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ മാറാരോഗങ്ങൾ, മറ്റു ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാട്. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നി നെഞ്ചു പൊട്ടി നിൽക്കുന്ന നിമിഷങ്ങൾ. ഇനി എങ്ങോട്ട് എന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകും, അല്ലേ? മനുഷ്യർ പരാജയപ്പെടുന്നത് അവൻ്റെ പ്രശ്നങ്ങൾ വലുതാകുമ്പോഴല്ല, മറിച്ച് അവൻ്റെ ഹൃദയം റബ്ബിൽ നിന്ന് അകന്ന് ശൂന്യമാകുമ്പോഴാണ്. നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്. ദുനിയാവിൻ്റെ സകല ഭാരങ്ങളും തോളിലേറ്റി ഡിപ്രഷൻ്റെ ഇരുട്ടിൽ കഴിയുന്നവർക്ക് ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സ്വർഗത്തിലെ ആ നിധിയെക്കുറിച്ചിട്ട് നമുക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് അറിയാമോ ഏതാണ് ആ നിധി എന്ന്? എന്നാൽ ഇന്നിവിടെ പറയുന്നത് ആ നിധിയെക്കുറിച്ചിട്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് ആ നിധി. നമ്മൾ സാധാരണയായി ഇതിന് നൽകുന്ന അർത്ഥം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്നാണ്. എന്നാൽ ഇതിന് ആത്മീയമായിട്ട് വലിയൊരു പൊരുളുണ്ട്. ലാ ഹൗല ഒരു പാപത്തിൽ നിന്ന് ഓടി മാറാനോ മോശമായ ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കാനോ എനിക്ക് സ്വന്തമായി കഴിയില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വീണു പോകാം. വലാ ഖുവത ഒരു ചെറിയ നന്മ ചെയ്യാനോ ഒരു സുജൂദ് ചെയ്യാനോ പോലും എനിക്ക് തനിയെ കരുത്തില്ല. എൻ്റെ ഓരോ ശ്വാസവും അവൻ്റെ തൗഫീഖാണ്. ഇതാണ് ഇതിൻ്റെ പൊരുൾ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമ്മെ പഠിച്ച തമ്പുരാൻ, നമ്മൾ പഠിച്ച റബ്ബ് ഇല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല. ഹദീസുകളിൽ കാണാം, ലാ ഹൗല വലാ ഖുവത എന്ന ഈ വചനം പതിവാക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന ഈ 99 രോഗങ്ങൾക്കുള്ള മരുന്നാണിത്. അതിൽ ഏറ്റവും നിസ്സാരമായത് ഹമ്മ് അഥവാ മനോവിഷമം. മാനസികമായ തകർച്ച അനുഭവിക്കുന്ന ഒരാൾ ഈ വചനം ഹൃദയം കൊണ്ട് ഉരുവിടുമ്പോൾ അയാൾ തൻ്റെ സങ്കടങ്ങൾ പ്രപഞ്ചനാഥനെ ഏൽപ്പിക്കുകയാണ്, തവക്കുൽ ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ട് ഈ വചനം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എന്ന വിഗ്രഹം തകരണം. നമ്മുടെ മനസ്സിൽ ഞാനാണ് എന്നുള്ള ആ വിഗ്രഹം അത് നമുക്ക് തകർക്കണം.
എൻ്റെ മിടുക്ക് കൊണ്ട് എനിക്ക് ജോലി കിട്ടി, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ വീടുണ്ടാക്കി എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. ഞാൻ എന്ന അഹങ്കാരമാണ് നമ്മുടെ സമാധാനം എപ്പോഴും കെടുത്തുന്നത്. കടലിലെ തിരമാലകളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനേക്കാൾ വലിയ പ്രതിസന്ധി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളാണോ കടലിലെ തിരമാലകളെ ഉണ്ടാക്കുന്നത്? ആണോ? അത് കരയിലേക്ക് ഇങ്ങനെ തിരയായിട്ട് അടിച്ചു വരുന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ? അല്ല. നമ്മൾ പരാജയം സമ്മതിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ് അവൻ്റെ സഹായം, നുസ്രത്ത് നമ്മളിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ വിരൽത്തുമ്പിലെ നൂലിഴകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നൂലിന് വഴങ്ങിക്കൊടുക്കുന്നതാണ് യഥാർത്ഥ വിജയം. പടച്ചവൻ തൻ്റെ അടിമയെ ഒരിക്കലും അനാവശ്യമായിട്ട് വേദനിപ്പിക്കില്ല. അത് തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ വേദനയും നമ്മെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള അവൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ്. നമുക്കൊരു വിഷമം വന്നാൽ അതിൻ്റെ 100 ഇരട്ടി സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരും. അത് ഉറപ്പാണ്. ഒന്ന് അള്ളാഹുവിൻ നിങ്ങൾ തവക്കുൽ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കുക. ഒന്നാമത്തേത് തഹജ്ജുദും ശുദ്ധിയും. ലോകം ഉറങ്ങുന്ന നേരത്ത് നിങ്ങൾ ശുദ്ധിയോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും, ഉറപ്പാണ്. രണ്ടാമത്തേത് ഏകാന്തത. ഫോണും മറ്റും ബഹളങ്ങളും മാറ്റി നിർത്തി റബ്ബുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ സങ്കടങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഒന്ന് മനസ്സുരുക്കി ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, ഉറപ്പാണ്. മൂന്നാമത്തേത് പൂർണ്ണ സമർപ്പണമാണ്. പടച്ചവനെ, ഇതാ എൻ്റെ സങ്കടങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് പറയുക. നാലാമത്തേത് ദിക്ർ. 313 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന അർത്ഥം ചിന്തിച്ച് നിങ്ങൾ ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അഞ്ചാമത്തേത് കണ്ണുനീർ. വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ കരയുക. മനസ്സുരുക്കി അള്ളാഹുവിനോട് കരയുക. കണ്ണുനീർ തുള്ളികൾ നിങ്ങളുടെ ഹൃദയത്തിലെ കറകളെ കഴുകിക്കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങട്ടെ. നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ മുന്നിലാണ് നമ്മുടെ സങ്കടങ്ങൾ നിരത്തുന്നത്. എന്നാൽ ഒന്നോർക്കുക, മനുഷ്യർക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ കഴിയൂ. പക്ഷെ അവ മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചിൽ ആ ഭാരവും പേറി കണ്ണീരോടെ കിടക്കരുത്. പകരം ആകാശഭൂമികളുടെ യജമാനനിലേക്ക് നോക്കി പതറാത്ത വിശ്വാസത്തോടെ പറയുക, യാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എൻ്റെ പക്കൽ ഒന്നുമില്ല റബ്ബേ, നീയാണല്ലോ എല്ലാം. എൻ്റെ നിയന്ത്രണത്തിലല്ല ഒന്നും. നീയാണല്ലോ സർവ്വതും നിയന്ത്രിക്കുന്നവൻ. ഇതാ എൻ്റെ ആകുലതകളും എൻ്റെ കണ്ണുനീരും എൻ്റെ തകർന്ന സ്വപ്നങ്ങളും ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സൂഫികൾ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. നീ നിൻ്റെ അശക്തിയെ അംഗീകരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ശക്തി നിനക്ക് പകർന്നു തരും. നീ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ട്. കടൽ ക്ഷോഭത്തിൽ അകപ്പെട്ട ഒരു കൊച്ചു തോണി പോലെയാണ് നമ്മുടെ മനസ്സ്. തിരമാലകൾ അലറി വിളിക്കുമ്പോൾ തകരുമെന്ന് ഉറപ്പുള്ള നിമിഷത്തിൽ ലാ ഹൗല എന്ന വചനം ഓതുക. ആ കടലിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. കാരണം ആ തരംഗങ്ങളെ സൃഷ്ടിച്ചവൻ്റെ കയ്യിലാണ് നിങ്ങളുടെ തോണിയുടെ നിയന്ത്രണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരാജയങ്ങളെ ഭയപ്പെടുന്നത് നിർത്തുക. ദുനിയാവിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ഒരു പക്ഷേ തോറ്റുപോയവരായിരിക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ
പ്രിയപ്പെട്ടവരാണ്. ഈ സ്വർഗീയ നിധി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ നിധി നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമാക്കുക. ഇരുട്ടിനെ വെളിച്ചമാക്കാനും കണ്ണുനീരിനെ പുഞ്ചിരിയാക്കാനും ഡിപ്രഷനുകളിൽ നിന്ന് ആയങ്ങളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താനും ഇതിനേക്കാൾ വലിയൊരു ഔഷധമില്ല. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾക്ക് ശാന്തി നൽകട്ടെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് നമുക്ക് മോചനം നൽകട്ടെ. അവസാന ശ്വാസം വരെ അവൻ്റെ സ്മരണയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക. ഒരു പക്ഷേ തളർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ഇത് വലിയൊരു ആശ്വാസമാകും, ഒരു വെളിച്ചമാകും. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.